Hi, myself Rizana, faculty for ACCA at Xylem. ബിസിനസ് ആൻഡ് ടെക്നോളജി അല്ലെങ്കിൽ BT ACCA നോളജ് ലെവലിലെ ഒരു പേപ്പറാണ്. മിക്ക സ്റ്റുഡൻസിൻ്റെയും വൺ ഓഫ് ദി ഫസ്റ്റ് പേപ്പേഴ്സ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ഫ്യൂ ഫസ്റ്റ് പേപ്പേഴ്സ് ആണ് ബിസിനസ് ആൻഡ് ടെക്നോളജി. കംപ്ലീറ്റ്ലി ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു പേപ്പറാണ് ബിസിനസ് ആൻഡ് ടെക്നോളജി. അതുകൊണ്ട് തന്നെ മെജോറിറ്റി ഓഫ് ദി സ്റ്റുഡൻസ് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, അത് ഈസി ആണോ, നമുക്ക് ഈസിലി മാനേജ് ചെയ്യാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി യെസ്, ഈസിലി മാനേജബിൾ ആണ്. കാരണം ബിസിനസ് ആൻഡ് ടെക്നോളജിയിലുള്ള പല ഏരിയാസും നമ്മുടെ +2 സബ്ജക്ട്സിൽ നമ്മൾ പഠിക്കാറുണ്ട്. ബിസിനസ് ആൻഡ് ടെക്നോളജിയുടെ സിലബസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കോമ്പാക്റ്റ് ആണ്. എല്ലാ ഏരിയാസും കവർ ചെയ്തുകൊണ്ട് തന്നെ ഒരു +2 കഴിഞ്ഞ് വരുന്ന കുട്ടിക്ക് എന്തൊക്കെയാണോ ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പേപ്പറാണ് ബിസിനസ് ആൻഡ് ടെക്നോളജി. സോ ഈ പേപ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈസി ആണോ എന്ന് മിക്ക സ്റ്റുഡൻസും ചോദിക്കാറുണ്ട്. ഡെഫിനറ്റ്ലി യെസ്, ഇഫ് ഹാർഡ് വർക്ക് ഈസ് ഇൻവോൾവ്. നമ്മൾ കുറച്ച് ഹാർഡ് വർക്കും എഫേർട്ടും ഇട്ട് നമ്മളതിൻ്റെ ലാംഗ്വേജ് മനസ്സിലാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ബിസിനസ് ആൻഡ് ടെക്നോളജി നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു പേപ്പറാണ്. ബിസിനസ് ആൻഡ് ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ACCAയുടെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന അവരുടെ ഓൺ റിസോഴ്സസ് ആണ്. ബേസിക്കലി സ്റ്റഡി ഹബ് റെഫർ ചെയ്ത് പിന്നെ കുറച്ചധികം പാസ്റ്റ് പേപ്പേഴ്സും അതുപോലെ തന്നെ ബിസിനസ് ആൻഡ് ടെക്നോളജിയുടെ ടെക്നിക്കൽ ആർട്ടിക്കിൾസ് ഒക്കെ റെഫർ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ ഡെഫിനറ്റ്ലി ഒരു സ്റ്റുഡൻറ്റ് ബിസിനസ് ആൻഡ് ടെക്നോളജിയുടെ ഈ നോട്ട് റെഫർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് എക്സാം വളരെ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മെറ്റീരിയൽസിനുപരി നമ്മൾ കുറേ പ്രാക്ടീസ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പ്രാക്ടീസ് സെഷൻ എന്ന് പറയുമ്പോൾ ACCAയുടെ ഭാഗത്ത് നിന്ന് നടത്തുന്ന കുറച്ച് പാസ്റ്റ് പേപ്പർ ക്വസ്റ്റ്യൻസും അതുകൂടാതെ തന്നെ നമുക്ക് കുറച്ച് പാസ്റ്റ് പേപ്പർ റിവിഷൻ കിറ്റ്സും ഉണ്ട്. ആ കിറ്റ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസ്സസിന് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ക്ലാസ്സസിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക എങ്ങനെ നമ്മൾക്ക് ആൻസേഴ്സിലേക്ക് എത്താമെന്നല്ല, പകരം എന്തുകൊണ്ട് നമ്മൾ ആ ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തു എന്നുള്ള രീതിയിലാണ് നോർമലി നമ്മുടെ അപ്രോച്ച് പോവുക. അതുപോലെ തന്നെ ബിസിനസ് ആൻഡ് ടെക്നോളജി ഒരു നോളജ് ലെവൽ പേപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ഇതൊരു ഓൺ ഡിമാൻഡ് CBA എക്സാം ആണ്. ഇത് തന്നെയാണ് ഈ ഒരു പേപ്പറിൻ്റെ ഒരു അഡ്വാൻറ്റേജും ആസ് വെൽ ആസ് ഒരു മേജർ ഡിസഡ്വാൻറ്റേജും. അഡ്വാൻറ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാംസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾ എപ്പോഴാണോ കോൺഫിഡൻ്റ് ആവുന്നത് ആ ഒരു ടൈമിൽ എക്സാം ബുക്ക് ചെയ്ത് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതാണ്. ബട്ട് ഇത് തന്നെ മിക്ക കുട്ടികൾക്കും ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറാറുണ്ട്. കുട്ടികൾ വല്ലാതെ അങ്ങ് പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട്. അവരുടെ ആ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് കാരണം അവർ മിക്ക സമയങ്ങളിലും ഈ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാതെ അത് സ്കിപ്പ് ചെയ്യാറുണ്ട്. സോ ഇങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ക്ലാസ്സസിന് ഡീൽ ചെയ്യും. കണ്ടിന്യൂസ് സപ്പോർട്ടും കണ്ടിന്യൂസ് ഗൈഡൻസും കണ്ടിന്യൂസ് ഫീഡ്ബാക്കും വെച്ചിട്ട് കുട്ടികളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലിനെ ബൂസ്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, എക്സാംസ് എഴുതിപ്പിക്കും. സോ അതിനായിട്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ഡെയിലി ക്ലാസ്സസിൻ്റെ കൂടെ തന്നെ നമ്മൾ മെൻറ്ററിങ് സെഷൻസും കൊടുക്കും. അതുകൂടാതെ തന്നെ ഡെയിലി ക്വസ്റ്റ്യൻ പ്രാക്ടീസും പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ആൻഡ് ഡൗട്ട് ക്ലിയറിങ് സെഷൻസും പ്രൊവൈഡ് ചെയ്യും. ക്ലാസ്സസ് കഴിയുന്നതിനോടൊപ്പം തന്നെ ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ഞാൻ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആ സ്റ്റഡി പ്ലാൻ്റെ ബേസിസിൽ കുട്ടികൾക്ക് ചെയ്യേണ്ട വർക്ക്സ് അസൈൻ ചെയ്യാറുണ്ട്. ആ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് മോക്ക് എക്സാംസ് പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് ഈ മോക്ക് എക്സാംസ് ഞാൻ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഓരോ കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് വിത്ത് ദിസ് കുട്ടികൾ കോൺഫിഡൻ്റ്ലി ആ എക്സാം അറ്റംപ്റ്റ് ചെയ്യും, അത് ക്ലിയർ ചെയ്യും.